പ്രശസ്ത സംവിധായകൻ IV ശശിയുടെ അസിസ്റ്റൻ്റായിട്ടാണ് ഷാജോൺ കാര്യാൽ തൻ്റെ കരിയർ ആരംഭിക്കുന്നത്. 1996 റിലീസായ രജപുത്രൻ എന്ന സിനിമയിലൂടെ സ്വതന്ത്ര സംവിധായകനുമായി. 28 വർഷത്തെ കരിയറിൽ വെറും 9 സിനിമകൾ മാത്രം സംവിധാനം ചെയ്തിട്ടുള്ള ഷാജൂണിൻ്റെ പുതിയ സിനിമയായ മൃദുഭാവേ ദൃഢകൃത്യേ ഫെബ്രുവരി 2 റിലീസാകും. ചിത്രത്തിൻ്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിൽ മമ്മൂട്ടിയുമായുള്ള സൗഹൃദത്തെക്കുറിച്ചും തച്ചിലേടത്ത് ചുണ്ടൻ എന്ന സിനിമ ഉണ്ടായതിനെക്കുറിച്ചുമുള്ള അനുഭവം പങ്കുവച്ചു. ഇൻസ്പെക്ടർ ബൽറാം എന്ന സിനിമയുടെ ഷൂട്ട് കണ്ണൂരിൽ നടക്കുന്ന സമയം താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു ഷൂട്ട്. ആ ദിവസം രാവിലെ മമ്മൂക്ക എന്നെ പുള്ളിയുടെ റൂമിലേക്ക് വിളിപ്പിച്ചു. അങ്ങനെ ആർട്ടിസ്റ്റുകളുടെ റൂമിലേക്ക് പോകുന്ന ആളല്ല ഞാൻ. മമ്മൂക്ക വിളിച്ചതുകൊണ്ട് ഞാൻ പോയി. റൂമിലെത്തിയപ്പോൾ അദ്ദേഹം ഷൂട്ടിന് റെഡിയാവുകയായിരുന്നു. എന്നോട് ആ സമയത്ത് പറഞ്ഞു, എടാ 2 മാസം കഴിഞ്ഞ് ഞാൻ നിനക്ക് ഡേറ്റ് തരാം, നീ നല്ലൊരു സബ്ജക്റ്റ് കണ്ടുപിടിക്ക് എന്ന്. ഞാൻ പറഞ്ഞു, അയ്യോ മമ്മൂക്ക, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇക്കേ വെച്ച് ചെയ്യാനുള്ള സബ്ജക്റ്റ് ഒന്നുമില്ല. സബ്ജക്റ്റ് ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, എത്രയോ റൈറ്റേഴ്സ് ഇവിടെയുണ്ട് എന്ന് മമ്മൂക്ക പറഞ്ഞു. ഞാൻ പറഞ്ഞു, മമ്മൂക്ക, നിങ്ങൾ ഇതുവരെ ചെയ്തതിൻ്റെ മേലെ പെർഫോം ചെയ്യാൻ ഒരു സബ്ജക്റ്റ് വേണം. അങ്ങനെ ഒരെണ്ണം കിട്ടിയാലേ ഞാൻ ചെയ്യുള്ളൂ. നിങ്ങളെ വെച്ച് വെറും ഒരു കൊമേഴ്ഷ്യൽ സിനിമ ചെയ്യാൻ എനിക്ക് ആഗ്രഹമില്ല. ഇത് കേട്ടിട്ട് പുള്ളി എന്നെ കുറേ ചീത്ത പറഞ്ഞു. വെളിയിൽ ആളുകൾ ചാൻസ് കിട്ടാൻ വേണ്ടി ക്യൂ നിൽക്കുവാണെന്ന് പറഞ്ഞ് പുള്ളി താഴെ ഇറങ്ങി ശശിയേട്ടനോട് പറഞ്ഞു, നിങ്ങളുടെ പയ്യൻ എന്താ ഞാൻ ഡേറ്റ് കൊടുത്തിട്ടും വേണ്ടെന്ന് പറയുന്നേ എന്നും പറഞ്ഞ് മൂപ്പര് പോയി. പിന്നീട് ബാബു ജനാർദ്ദനൻ എന്നോടൊരു ത്രെഡ് പറഞ്ഞു. അച്ഛൻ്റെ അഫയർ കാരണം മകൻ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതെനിക്കിഷ്ടമായി. ആ ത്രെഡ് പറഞ്ഞപ്പോൾ അച്ഛനായിരുന്നു മെയിൻ. അതിൽ മകനെ മെയിൻ കഥാപാത്രമാക്കി ആ ത്രെഡ് ഡെവലപ്പ് ചെയ്തു. അതിലേക്ക് വള്ളംകളി എന്ന ഫാക്ടർ കൂടെ ചേർത്തപ്പോൾ കഥ വലുതായി. മമ്മൂക്കയോട് ഈ കഥ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനും ഇഷ്ടമായി. തമ്പി കണ്ണന്താനം ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാമെന്നേറ്റു. അങ്ങനെയാണ് തച്ചിലേടത്ത് ചുണ്ടൻ എന്ന സിനിമ ഉണ്ടായത്, ഷാജൂൺ പറഞ്ഞു.